ഇത് കണ്ടോ, മുല്ലമുട്ട് പോലെ കുറേ വെളുത്തുള്ളി ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 പീസ് ഇഞ്ചി, അതിലൊരെണ്ണം ചെറിയ പീസാണ്. ഇഞ്ചി ചുരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ ആവിക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ, ഇത് കണ്ടോ, ചൂരമീനാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് തന്നെ പീസാക്കി വാങ്ങിച്ചതാണ്. ഈ മീൻ വെള്ളത്തിൽ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇട്ട് വെച്ചിരിക്കുക കഴുകാൻ വേണ്ടി. അപ്പം ഇന്ന് കുറേ പരിപാടിയുണ്ട്. നാരങ്ങ അച്ചാറാക്കണം, മീൻ അച്ചാറാക്കണം, പിന്നെ ചിങ്ങം ഒന്നല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കൃഷിപ്പണിയൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ അച്ചാറിനുള്ള മീൻ എല്ലാം കഴുകി നല്ല 3-4-5 വെള്ളം കഴുകി പിന്നെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ 4ആയിട്ട് പിളർന്ന് കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 1-2 മണിക്കൂർ അങ്ങ് അടച്ച് വെച്ചേക്കാം. എന്നിട്ടാണ് അച്ചാറിടുന്നത്. ഉപ്പൊക്കെ നല്ലോണം പിടിക്കട്ടെ. പിന്നെ അടുത്ത പരിപാടി ഈ മീനിനുള്ള മസാല. ഇത് ഫ്രൈ ആക്കിയിട്ടാണ് മീൻ നമ്മൾ അച്ചാറാക്കുന്നത്. ഞാൻ ചെമ്മീൻ അച്ചാറിടുന്ന വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂട്ട് തന്നെയാണ് മീനും ബാക്കിയുള്ള മീനുകളും നമ്മൾ അച്ചാറിടുന്നത്. അപ്പം ഇത് കണ്ടോ, പിന്നെ അതിന് വേണ്ടി ഞാൻ ഇത് കണ്ടോ, കുറച്ച് വെളുത്തുള്ളി അല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി. ഇതെല്ലാം കൂടെ നല്ലോണം അരച്ച് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഈ മീനിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിച്ച് അതും നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. അതും കുറച്ച് നേരം ഇരുന്ന് മസാലയൊക്കെ പിടിച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ മീൻ പീസ് എല്ലാം നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. ഈ മസാല എല്ലാം ഇതിനകത്ത് നല്ലോണം പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷമാണിത് ഫ്രൈ ആക്കുന്നതും അച്ചാറിടുന്നതും. അപ്പോൾ അതേ നാരങ്ങ അച്ചാറിടാൻ വേണ്ടി ഞാൻ കാന്താരി പറിക്കാൻ വേണ്ടി ടെറസിൽ കയറിയതായിരുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ ടെറസിലെ വിശേഷം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ആദ്യം ചെയ്തത് പിന്നെ ഇത് കണ്ട ചുവന്ന വെണ്ടയുടെ തൈ ഞാൻ കിളിപ്പിച്ച് നഴ്സറി പോട്ട് ചെയ്യുന്ന തൈയാണ്. മണ്ണില്ലായിരുന്നത് കൊണ്ട് അടുക്കള വേസ്റ്റും നിറച്ച് ചാരവും പിന്നെ ബാക്കി നമ്മുടെ മുയലിൻ്റെ വേസ്റ്റും കൂടി. മുയലിൻ്റെ വേസ്റ്റിന് ഇനിയും വാരാനുണ്ട് ഇവിടെ. അതെ മുയലും കൂട് കണ്ടോ, മുയലും കൂടിൻ്റെ താഴ്ഭാഗമൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഈ ക്രേറ്ററൊക്കെ നിരത്തി വെച്ചേക്കുന്നത്. അതിൻ്റെ പുറത്തോട്ട് താങ്ങി നിർത്തിയേക്കുക മുയലും കൂട്. അപ്പം വേസ്റ്റ് ഇനിയും വാരാനുണ്ട്. നമുക്ക് 1 ചാക്കിലും കൂടെ വാരിയിട്ട് ഒരു ചുവന്ന വെണ്ടയും കൂടെ കിളിപ്പിക്കണം. എന്നിട്ട് ഇത് ഉറച്ചിരിക്കാൻ വേണ്ടി കുറച്ച് പാറപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. പിന്നെ അതെ നമ്മുടെ തടപ്പയറിനകത്ത് പയറുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, നീലപ്പയറാണേ. എന്താ കറിവേപ്പിലോട്ടൊക്കെ പടർന്ന് കയറിയിരിക്കുക. ടെറസിലെ കൃഷിക്കാഴ്ചകൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു വിശേഷമുള്ളത് ഒരു കാന്താരിത്തൈ. എവിടെന്നെങ്കിലുമൊക്കെ വിത്തുകളൊക്കെ കിട്ടുമ്പോൾ ഞാനിതുപോലെ കൊണ്ട് എല്ലാം കിളിപ്പിച്ചിടാറുണ്ട്. അപ്പം മുളച്ച് വരുമ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ്. ഇത് ഞാൻ വിചാരിച്ചിരുന്ന സാധാരണ കാന്താരി തന്നെയാണ്. പക്ഷേ അല്ല കേട്ടോ, എനിക്ക് ഭാഗ്യമുണ്ട്, ഉണ്ട മുളകായത്. ഇത് കണ്ട. അപ്പോൾ എനിക്കൊരു വെറൈറ്റി കാന്താരി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ തക്കാളി പൂത്തിരുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതാണല്ലോ. അതേ ഇപ്പം നമ്മുടെ തക്കാളിയിൽ കായൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, അടുത്ത തക്കാളി. അപ്പോൾ ഇനി കാന്താരി മുളക് പറിക്കണം. കാന്താരി മുളക് പറിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം.
അപ്പോൾ അതേ നമ്മുടെ കാന്താരിയും പച്ചമുളകും എല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് കണ്ടോ, കുറേ അധികം കാന്താരിയും പച്ചമുളകും ഉണ്ടമുളകും എല്ലാം കൂടി, നീലമുളകും നമ്മുടെ മുന്തിരിമുളകില്ലേ അതും എല്ലാം കൂടി ഒരു 1/4 കിലോയ്ക്ക് മേളിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 10-300 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചുവന്ന വെണ്ട കിളിപ്പിക്കാം. എന്നിട്ട് ഞാൻ ഇത് കാണിച്ചു തരാവേ. അപ്പോൾ ദേ ഞാൻ കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാം വാരി ഞാൻ ഇതിനകത്താക്കിയിട്ടുണ്ട്. ഈ ഒരു ചാക്കിലാക്കിയിട്ടുണ്ട്. ഈ ചാക്കിലോട്ടാണ് നമുക്കിനി നഴ്സറി പോട്ടിൽ നിൽക്കുന്ന ഇത് കണ്ട പയർ താഴെ കിടക്കുന്നത് കിളിച്ച് ഇതിനെ നമുക്ക് ഉയർത്തി വെക്കാം. ഉയർത്തി അതിൻ്റെ മുകളിലോട്ട് ചട്ടിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പയർ. അപ്പോൾ ഈ ഒരു ചാക്കിലോട്ടാണ് നമുക്കിനി അടുത്ത ചുവന്ന വെണ്ടയും കൂടി കിളിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചുവന്ന വെണ്ട എടുത്തുകൊണ്ട് വരാവേ. ഇതാണ് കക്ഷി. ഇതാ നഴ്സറി പൊട്ടി നിൽക്കും. അതിൻ്റെ ചോട്ടിലെല്ലാം കളയൊക്കെ ആയിട്ടുണ്ട്. ഈ കളയെല്ലാം നമുക്ക് പറിച്ച് കളഞ്ഞിട്ട് ഇതിനെ ഈ പോട്ടിയിൽ നിന്ന് ഇളക്കി ടെറസീന്ന് താഴോട്ട് നോക്കിയാൽ നമ്മുടെ കോഴിക്കോടൊക്കെ ഇരിക്കുന്നത് കാണാം. വേണ്ട മാവിൽ കുരുമുളക് വള്ളി പടർന്ന് കിടക്കുന്നതും നമ്മുടെ ലൂബിക്ക മരവും പ്ലാവും പേരയും ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ അത്യാവശ്യം വലിയ കളകളെല്ലാം ഞാൻ ഇതിനകത്തുനിന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഇളക്കി നമുക്ക് ചാക്കിലോട്ട് കിളിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പാറപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പക്ഷേ ഞാൻ മുകളിൽ കയറിയ സമയത്ത് പാറപ്പൊടി എടുത്തുകൊണ്ട് വരാൻ വിട്ടുപോയി. ഇനി നമുക്ക് രണ്ടാമത് കയറി വേണം അത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഞാനിത് ഇളക്കി അതിലോട്ട് വെച്ചിട്ട് താഴോട്ട് പോവാം. താഴെ എനിക്ക് വേറെയും പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് പാറപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വെണ്ട ഇളക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ ഇതിലോട്ട് വെക്കുവാണേ. വെച്ച് വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഉണ്ട്. അതിൻ്റെ മേളിൽ ചാരമുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ മുയലിൻ്റെ വേസ്റ്റ് വാരി ഇട്ടേക്കുന്നത്. അതിൻ്റെ പുറത്തോട്ടാണ് ഇത് നട്ടത്. അങ്ങനെ തന്നെ ഈ ചാക്കിലും അങ്ങനെ തന്നെയാണ് നട്ടേക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നട്ടതാണ്. ഇതിന് ഞാനിപ്പോൾ ഇതിൻ്റെ ചോട്ടിലോട്ട് രണ്ടിൻ്റെയും ചോട്ടിൽ കുറച്ച് പാറപ്പൊടി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. നമുക്ക് മണ്ണില്ല ഇവിടെ. എൻ്റെ വസ്തുവാണെങ്കിൽ നികത്തിയ വസ്തു. അപ്പോൾ കൂടുതലും വേസ്റ്റൊക്കെ ഇട്ട് വീടുകളൊക്കെ പൊളിച്ച വേസ്റ്റൊക്കെ ഇട്ടാണ് നികത്തിയേക്കുന്നത്. അപ്പം മണ്ണ് വാരി എടുക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ല. അപ്പം സ്ഥലം ഒട്ടുമേ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെറസിൽ വെച്ച് നമ്മുടെ ആഗ്രഹം തീർക്കുന്നത്, കൃഷിയൊക്കെ ആണെങ്കിലും. അപ്പം നീ എൻ്റെ ചോട്ടിൽ പാറപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അച്ചാറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം വീഡിയോ ഫുള്ളും കാണിക്കാത്തത് പല പ്രാവശ്യം പല വെറൈറ്റി അച്ചാറുകളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം ഇന്ന് നാരങ്ങ വെള്ള അച്ചാറിടാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇത് ആദ്യം പാത്രം ചൂടാകാൻ അടുപ്പത്ത് വെച്ച് അത് കഴിഞ്ഞ് ചൂടായപ്പോൾ നല്ലെണ്ണ ചൂടായപ്പോൾ അതിനകത്ത് കടുകിട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടി വന്നപ്പോൾ നല്ല ജീരകം ഇട്ട് പൊട്ടിച്ച്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളകും ഉണ്ട്, പച്ചമുളകും ഉണ്ട്, നമ്മുടെ മുന്തിരിമുളകും ഉണ്ട്. എൻ്റെ കയ്യിലുള്ള മുളകുകളെല്ലാം ഞാൻ പല വെറൈറ്റി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേനും അതിനകത്തോട്ട് മഞ്ഞൾ പൊടി ഇട്ട് മൂപ്പിച്ച്. അപ്പം മഞ്ഞൾ പൊടിയും മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങ തട്ടിയിട്ട് കൊടുക്കാം. നാരങ്ങയും തട്ടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നാരങ്ങയും തട്ടിയിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്.
ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിനകത്ത് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ദേ നമ്മുടെ നാരങ്ങ അച്ചാർ തിളച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ അതിലോട്ട് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ നാരങ്ങ അരിഞ്ഞപ്പോഴേ നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നതാണല്ലോ. അപ്പോൾ ഈ അച്ചാർ ചോദിച്ച കസ്റ്റമർക്ക് അത്ര ഉപ്പ് വേണ്ട, ഉപ്പ് അധികം കൂട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് മിതമായ രീതിയിലുള്ള ഉപ്പേ ഉള്ളൂ. അച്ചാറിന് എപ്പോഴും നമ്മൾ ഈ അച്ചാർ സാധാരണ എല്ലാവരും ചെയ്യുന്നത് കൂടുതലും പുളിയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, ലൂബിക്ക, അങ്ങനെ പുളിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ അധികവും അച്ചാർ ചെയ്യുന്നത്. അപ്പോൾ ഈ പുളിപ്പ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും അതിനകത്ത് ഇച്ചിരി ഒരല്പം ഉപ്പ് ചേർക്കും. പിന്നെ ഒരു പ്രിസർവും കൂടെ ഉപ്പ് ചേർക്കുന്നത്. അപ്പം ഇതിനെന്തായാലും കസ്റ്റമർക്ക് ഉപ്പ് കുറവ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മിതമായ രീതിയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പം നല്ല രീതിക്ക് നാരങ്ങ അച്ചാർ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ചേക്കാം. എന്നിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് വിനാഗിരി ചേർത്ത് പാക്ക് ചെയ്യാം. ഇനി അടുത്തത് മീനച്ചാറിൻ്റെ പരിപാടിയാണ്. അപ്പം മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഫൈനലി ഇത് നമ്മുടെ മീനച്ചാറിനുള്ള പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ്. അപ്പം മീൻ ഫ്രൈ ആക്കി വെച്ചിരുന്ന്, പിന്നെ ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം, ചീനിച്ചട്ടി അച്ചാറിടാനുള്ള. ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കണം. അങ്ങനെ എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട കൂട്ടത്തിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി കൊടുത്ത് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ പൊടികൾ ഇട്ട് അതിൻ്റെ പച്ച മണം മാറുമ്പം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിള വരുമ്പം ഉലുവാപ്പൊടി, കായപ്പൊടി, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇത്ര ഇട്ട് കൊടുക്കണം. അതായത് വെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിനകത്ത് കായപ്പൊടി, ഉലുവാപ്പൊടി, അച്ചാറിന് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഇത്രയും ഇട്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കും. തണുക്കുമ്പോൾ വിനാഗിരിയും കൂടെ ചേർക്കും. മീനച്ചാറായതുകൊണ്ട് ഒരല്പം വിനാഗിരി ഇച്ചിരി അധികം ചേർക്കും, കാരണം ഇച്ചിരി പുളി വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പരിപാടി. താങ്ക് യു.